ഹായ് മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള +2 കെമിസ്ട്രി എക്സാമിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പൊ അതിലൊരു 10-25 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അതിലുള്ള എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നമുക്ക് സ്പീഡിൽ ഒന്ന് പെട്ടെന്ന് റിവിഷൻ നടത്തി നോക്കാം. അപ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറുകളിൽ ഇപ്പൊ നമുക്ക് പഠിക്കാനില്ലാത്ത പല ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നല്ലോ, ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു റെഡ് കളർ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ റെഡ് കളർ ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, ബാക്കിയേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ, ഐഡന്റിഫൈ ദി ഓർഡർ ഓഫ് റിയാക്ഷൻ ഇഫ് ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു 1, സെക്കൻഡ് റേസ് ടു -1. നമുക്ക് യൂണിറ്റ് ഓഫ് കെ കാണാനുള്ള ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഇങ്ങനെയല്ലേടാ അതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത്. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. അതിൽ n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റിയാക്ഷൻ ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓർഡർ ഓഫ് റിയാക്ഷൻ 0 വന്നാലല്ലേ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടുക. ഓർഡർ ഓഫ് റിയാക്ഷൻ 0 വരണം, എന്നാലാണ് മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 എന്ന ഇക്വേഷൻ വരിക. ആൻഡ് ദി ആൻസർ ഈസ് 0 ഓർഡർ റിയാക്ഷൻ. പഠിച്ചല്ലോ, 0 ഓർഡർ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയോൺ? ക്രോമേറ്റ് അയോൺ D&F നമുക്ക് പഠിക്കാനുള്ളതാണ്. അയാളുടെ സ്ട്രക്ചറിന്റെ പേര് ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. എന്താണ് മോനെ? ടെട്രാഹീഡ്രൽ ആണ്. അറിയാലോ, ക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. CrO4 2- എന്ന് പറയുന്ന ക്രോമേറ്റ് അയോണിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ ആണ്. നെയിം ദി ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ പ്രൈമറി അമീൻ. പ്രൈമറി അമീനിനെ തരംതിരിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. ബൈ യൂസിങ് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് AOH. ക്ലോറോഫോമും ആൽക്കഹോളിക് AOHും ഉപയോഗിച്ചുള്ള പ്രൈമറി അമീനിന്റെ ഡിറ്റക്ഷൻ, അതിന്റെ ടെസ്റ്റ് നമ്മൾ എന്താടാ പേര് പറയുക? അതിനെ വിളിക്കുന്ന പേരാണ് ഐസോസയനൈഡ് ടെസ്റ്റ്. എന്താടാ പേര്? ഐസോസയനൈഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ കാർബൈലമീൻ റിയാക്ഷൻ എന്നും പേര് വിളിക്കും. കാർബൈലമീൻ റിയാക്ഷൻ ഓർത്തു വെച്ചോളണം. CHCl3 ക്ലോറോഫോമും അതുപോലെ KOH ഉപയോഗിച്ചുള്ള ടെസ്റ്റ് ആണ് കാർബൈലമീൻ റിയാക്ഷൻ ഓർ ഐസോസയനൈഡ് ടെസ്റ്റ്. Which among the given vitamin is water soluble? Question number 5. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിനും വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിനും ഓർത്തു വെക്കാൻ ഞാൻ നിങ്ങൾക്കൊരു കോഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കോഡ് ഇങ്ങനെയാണ്: അഡക്. അഡക് എന്ന കോഡ് ഉപയോഗിച്ചാൽ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ് അഡക്. അപ്പൊ ADEK എന്ന് പറയുന്ന 4 വൈറ്റമിൻസ് ഫാറ്റ് സൊല്യൂബിൾ ആണ്. അതിൽ പെടാത്ത ആള് വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ അതിൽ പെടാത്ത ഒരാളില്ലേ? ഓപ്ഷൻ ബി, വൈറ്റമിൻ ബി എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആണ്. ഓർത്തു വെച്ചോളാം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ ഇഫ് ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ? ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ എത്രയാണ്? ഓർഡർ ഈസ് ഈക്വൽ ടു, പറഞ്ഞ മോനെ, 1 ആണ്. ഓർത്തു വെച്ചോളണം, ഓർഡർ എത്രയാണ്? 1 ആണ്. ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡർ ഓഫ് റിയാക്ഷൻ 0 ആണ്. പഠിച്ചല്ലോ. വാട്ട് ഈസ് ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ആറ്റം ഹാവിംഗ് D10 കോൺഫിഗറേഷൻ? എടാ, മാഗ്നറ്റിക് മൊമെന്റ് ആർക്കാണ് ഉണ്ടാവുക? പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്ക് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവുള്ളൂ. മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താടാ? √n × n+2 ബോർ മാഗ്നറ്റോൺ എന്നതാണല്ലോ മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ D10 എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ നമ്മൾ വരച്ചു നോക്കിയാൽ, D ഓർബിറ്റിൽ വരച്ചിട്ട് അതിൽ ഞാൻ 10 ഇലക്ട്രോൺ കൊടുക്കുകയാണ്. 10 ഇലക്ട്രോൺ കൊടുക്കുകയാണ്. ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഒന്നുമില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ ഒന്നുമില്ലെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് എന്ന് പേര് വിളിക്കും. അതിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ 0 ആണെന്ന് ഓർത്തു വെച്ചോളാം. മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ് വരിക? 0 ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണല്ലോ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ n-ന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണം 0 ആണ്. ദാറ്റ് ഈസ് വൈ ദി മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. ഗബ്രിയൽ സിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് അമീൻ? എടാ, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് കേട്ടിട്ടുണ്ടാകും. ഗബ്രിയലിന്റെ താലിമൈഡ് സിന്തസിസ് ഒരേ ഒരു ടൈപ്പ് ഓഫ് അമീനിനെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അതേതാണെന്ന് പറ? പ്രൈമറി അമീനാണ്. സെക്കൻഡറി അമീനോ ടേർഷ്യറി അമീനോ ഉണ്ടാക്കാൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് പറ്റില്ല. വിച്ച് വൈറ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ
ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കാരണക്കാരനാകുന്ന അതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. പഠിച്ചു വെക്ക്, വൈറ്റമിൻ കെ. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയുന്ന ഒരു അസുഖം അഥവാ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ടൈമിന് ഒരുപാട് ലാഗ് വരും എന്നുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് NCERT പറയുന്നുണ്ട്. നമ്മളത് പഠിച്ചിട്ടുമുണ്ട്. നെക്സ്റ്റ്, സെൽ പൊട്ടൻഷ്യൽ ഓഫ് മെർക്കുറി സെൽ. നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. മെർക്കുറി സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പറയുന്നുണ്ട് 1.35 വോൾട്ട് ആണ്. നെക്സ്റ്റ് നോക്കിക്കേടാ, എമംഗ് ദി ഹാലജൻ ഡെറിവേറ്റീവ്സ് ഓഫ് ഈത്തൈൻ. ഈത്തൈനിൽ ഓരോ ഹാലജൻസ് കൊടുക്കുകയാണ്. ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയോഡിൻ ഉണ്ട്. ഏതിനാണ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? എടാ, ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒരേ ടൈപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അയോഡിൻ ആണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് എന്നും, പിന്നെ ബ്രോമിൻ ആണെന്നും, പിന്നെ ക്ലോറിൻ ആണെന്നും, ലാസ്റ്റ് ഫ്ലൂറിൻ ആണെന്നും നമ്മൾ NCERT സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് ആണ് ആര് വരുന്നത്? ഫ്ലൂറിൻ വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക വലിയ മോളിക്യൂളിനാണ്, വലിയ മാസ് ഉള്ള ആൾക്കാണ്. അതാരാണ്? അയോഡിൻ ആണ്. അപ്പൊ ആൻസർ സി എന്നല്ലേ വരിക. ഒരേ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഇവിടെ എല്ലായിടത്തും കാർബണിന്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് തന്നെ ഹാലജൻ മാറുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് മാറുന്നുണ്ടെങ്കിൽ വലിയ ഹാലജന് വലിയ ബോയിലിംഗ് പോയിന്റ് ഓർത്തു വെക്കുക. ഇറ്റാഡ്സ് റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ റിയാക്ഷൻ ആണല്ലോ. ഇറ്റാഡ്സ് റിയാക്ഷൻ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. ടൊളുവിനിൽ നിന്നാണ് ഉണ്ടാക്കുക. അവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ആരാണ് എന്നാണ് ചോദ്യം. എടാ, ടൊളുവിൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബെൻസീൻ റിങ്ങിൽ CH3 എന്ന ഗ്രൂപ്പ് വരുന്നതല്ലേടാ ടൊളുവിൻ. അതിൽ നിന്ന് CHO ഉണ്ടാക്കണം അഥവാ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കണം. അതിനുപയോഗിക്കുന്ന റിയേജന്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. CrO2Cl2. വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചോളണം. CrO2Cl2 എന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കടാ, നൈട്രോബെൻസിൻ ആണ്. നൈട്രോബെൻസീനിലേക്ക് എന്തോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ കൊടുക്കണമെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നൈട്രോബെൻസീനിലേക്ക് ഇവിടെ കൊടുക്കുന്നത് ഹൈഡ്രജൻ ആണ്. എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടത്തുന്നു എന്നല്ലേ അർത്ഥം. റിഡക്ഷൻ നടത്തുക, ഹൈഡ്രജൻ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടത്തുക എന്നാ. നൈട്രോബെൻസീനിനെ റിഡക്ഷൻ നടത്തിയാൽ NO2 ഗ്രൂപ്പിനെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് എന്താണ് കിട്ടുക? NO2 ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ് ആയിട്ട് മാറും. ആൻഡ് ദി നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് അനിലിൻ. ഓർമ്മയുണ്ടല്ലോ, അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. കിട്ടിയല്ലോ. പ്രൊഡക്റ്റ് ആണ് ചോദിച്ചത്, അനിലിൻ കിട്ടും. നെക്സ്റ്റ് നോക്കിക്കടാ, ആരാ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ചാപ്റ്റർ ഏതാ? ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഏത് ലോ ഉപയോഗിച്ചാണ്? ഫാരഡേസ് ലോ ആണോ? കൊളറേഷ്യസ് ലോ ആണോ? ഹെൻറീസ് ലോയും റൗൾസ് ലോയും അല്ല. കാര്യം അത് ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിലാണല്ലോ ചർച്ച. ഫാരഡേസ് ലോ അല്ല. ഫാരഡേസ് ലോ എന്താണെന്ന് നമുക്കറിയാം. എത്രമാത്രം ഇലക്ട്രിസിറ്റി കൊടുത്താൽ എത്രമാത്രം മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്നതിന്റെ കണക്ക് തരുന്നതാണ് ഫാരഡേസ് ലോ. ആൻഡ് ദി ആൻസർ ഈസ് കൊളറേഷ്യസ് ലോ. ആരാണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് തരുന്നത് കൊളറേഷ്യസ് ലോ. എമംഗ് ദി ഫോളോയിങ് വിച്ച് ഇസ് മോർ ആസിഡിക്. ആസിഡിക് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ, ഇതെല്ലാവരും ആസിഡ് ആണ്. 4 ആളെ തന്നിട്ടുണ്ട്, 4 പേരും ആസിഡ് ആണ്. നിങ്ങൾ നോക്കിയടാ, ഇതിന്റെ കൂടെ ഒരു CH3 ഗ്രൂപ്പ് ഇല്ലേ? ഇവിടെ ഒരു CH3 CH2 ഗ്രൂപ്പ് ഇല്ലേ? ഇവിടെ CH3 CH2 ഗ്രൂപ്പ് ഉണ്ട്. ഇവരെല്ലാവരും ആൽക്കൈൽ ഗ്രൂപ്പുകളാണല്ലോ. ജനറലി ഞാൻ അതിനെ R എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളെല്ലാം ആസിഡിറ്റി ഡിക്രീസ് ചെയ്യും. ആസിഡിറ്റി എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ CH3 ഉള്ളതും CH3CH2 ഉള്ളതും CH3CH2 ഉള്ളതുമായ ഗ്രൂപ്പുകൾക്കെല്ലാം ആസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. അങ്ങനെ പ്രത്യേകിച്ച് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഓപ്ഷൻ A ആയിരിക്കും ഇതിലെ ഏറ്റവും നല്ല ആസിഡ്. കാര്യം അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ ആസിഡിറ്റി കുറയുകയും വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്താൽ ആസിഡിറ്റി കൂടുകയും ചെയ്യും. ഓർത്തു വെക്കുക. ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ്, chloroform is slowly oxidized by air to an extremely poisonous gas. ക്ലോറോഫോമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോറോഫോം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഡാർക്ക് വെസലുകളിൽ, ഡാർക്ക് കളേർഡ് കുപ്പികളിലാണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ആണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നെക്ക് വരെ അതിന്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? CHCl3 എന്ന് പറയുന്ന ക്ലോറോഫോമിന് ഓക്സിഡേഷൻ നടന്നാൽ അവിടെ ഒരു പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാകും. ആ ഗ്യാസിന്റെ പേരാണ് ഫോസ്ജീൻ. എന്താണ് പേര്? ഫോസ്ജീൻ എന്നാണ് പേര്. ഓർമ്മയുണ്ടല്ലോ, COCl2 എന്നാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഫോസ്ജീൻ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഡാർക്ക് കളേർഡ് ബോട്ടിലുകളിലായിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അപ്പോ
അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആരാണ് ക്ലോറോഫോമിൻ ഓക്സിഡേഷൻ നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ പറയണം ഫോസ്ജീൻ ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കാനുണ്ട്. ട്രീറ്റഡ് വിത്ത് Cu2Cl2 റിയേജന്റ് കണ്ടാൽ അടിക്കണം, നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. Cu2Cl2 സാൻമേഴ്സ് റിയാക്ഷൻ ഓർമ്മയുണ്ടല്ലോ. Cu2Cl2 കോപ്പർ സാൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാൻമേഴ്സ് റിയാക്ഷൻ. പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് ക്ലോറോബെൻസീൻ, ഉണ്ടായ പ്രൊഡക്റ്റ് ക്ലോറോബെൻസീൻ ആണ്. ആൻഡ് ദി റിയാക്ഷൻ ഈസ് നോൺ ആസ്, റിയാക്ഷന്റെ പേരാണ് ചോദിച്ചത്. എന്താണ് റിയാക്ഷന്റെ പേര് പറ? സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. ആരടാ? സാൻമേഴ്സ് റിയാക്ഷൻ. ഓർമ്മയുണ്ടല്ലോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? താഴെ പറയുന്നതിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത് ഏത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടല്ലോ. ആരൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 അല്ലാത്തതെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തതാണ്. ഓസ്മോട്ടിക് പ്രഷർ അതിലുണ്ട്, വേപ്പർ പ്രഷർ അതിലില്ല. Vapor pressure is not a colligative property, but the relative lowering of vapor pressure is a colligative property. Option B is correct answer. Elevation in boiling point or depression in freezing point is a colligative property. Crystal field splitting theories, splitting energy, delta O and delta T. മരിച്ചാലും മറക്കാൻ പാടില്ലാത്ത റിലേഷൻ ആയിട്ട് പലതവണ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. Delta O is equal to delta T is equal to 4/9 delta O. Option 30 പിടിച്ചോ. Delta T is equal to 4/9 delta O. Option C is the correct answer. Next, reaction in which an amide is converted into primary amine. എടാ, ഒരു അമൈഡിനെ, അമൈഡ് എന്ന് പറഞ്ഞാൽ RCONH2 എന്നാണല്ലോ, അതിനെ പ്രൈമറി അമീൻ ആക്കണം, RNH2 എന്നാക്കി മാറ്റണം. ബൈ ദി ആക്ഷൻ ഓഫ് ബ്രോമിൻ ആൻഡ് ആൽക്കഹോളിക് NaOH. മോനെ, പേര് ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ ബ്രോമിൻ ഇല്ലേ, ഇവിടെ എന്തുണ്ട്? അമൈഡും ഉണ്ട്. അപ്പൊ ഇവന്റെ പേര് ബ്രോമമൈഡ് റിയാക്ഷൻ എന്നാണ്. ബ്രോമിനും ഉണ്ട്, അമൈഡും ഉണ്ട്. അമൈഡ് ആണല്ലോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഒരു അമൈഡിലേക്ക് ബ്രോമിൻ ഇട്ടിട്ട് പ്രൈമറി അമീൻ ഉണ്ടാക്കുന്ന റിയാക്ഷന്റെ പേര് മറക്കരുതേ, ബ്രോമമൈഡ് റിയാക്ഷൻ. അത് മാത്രം എഴുതിയാൽ പോരാ, അതൊരു സ്ട്രൈക്കിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. അവന്റെ ശരിക്ക് പേര് ഇങ്ങനെയാണ്, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ആരടാ പറ? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഓർമ്മയുണ്ടല്ലോ, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. And question number 4, MnO4 minus and dash are formed by the disproportionation of MnO4 2 minus. MnO4 2 മൈനസിന്റെ K2MnO4 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. MnO4 2 മൈനസിന്റെ ഡിസ്പ്രൊപ്പോർഷനേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാളുകൾ, ഒന്ന് തന്നിട്ടുണ്ട് MnO4 മൈനസ് ആണെന്ന്, രണ്ടാമൻ ആരാണെന്ന ചോദ്യം MnO2 ആണ്. പഠിച്ചു വെക്ക്, ആരാടാ? MnO2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മോനെ. ഇൻ എ സൊല്യൂഷൻ ഓഫ് കമ്പോണൻസ് A and B at molecular level, AB interactions are weaker than those of AA and BB interaction. Then the type of deviation. എടാ, രണ്ട് ടൈപ്പ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ ആണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. എടാ, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം കൂടും, നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം കുറയും. എടാ, എന്താണ് അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ? കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, വോളിയം കൂടും. വോളിയം കൂടണമെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ് ആവണോ, വീക്ക് ആവണോ? വീക്ക് ആവണ്ടേ? വീക്ക് ആകുമ്പോഴല്ലേ അവർ തമ്മിൽ അകലെ നിൽക്കുക, അകലെ നിൽക്കുമ്പോഴല്ലേ അവരുടെ വോളിയം കൂടുക. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് AB ഇന്ററാക്ഷൻസ് ആർ വീക്കർ എന്നാണ്. AB ഇന്ററാക്ഷൻ വീക്കാണ്. AB ഇന്ററാക്ഷൻ വീക്കാണ് എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറച്ച് വീക്കാണ്. അവര് അകലെ പോയി നിൽക്കും. അകലെ നിൽക്കുമ്പോൾ വോളിയം കൂടും, നിൽക്കേണ്ട സ്ഥലം കൂടും. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഡീവിയേഷൻ എന്നാണ്. ആരടാ? പോസിറ്റീവ് ഡീവിയേഷൻ. ഐഡന്റിഫൈ ദി കോർഡിനേഷൻ കോമ്പൗണ്ട് വിച്ച് ക്യാൻ എക്സിബിറ്റ് ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് ഐസോമറിസം കാണിക്കണമെങ്കിൽ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് വേണം. നോക്കിക്കേടാ, ഏതിലാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഉള്ളത്? ഓപ്ഷൻ സിയിലല്ലേ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ഉള്ളത്. എവിടെ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്? NO2 എന്ന് പറയുന്ന ആളാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. ഓർത്തു വെക്കുക. For the reaction 2NO plus O2 gives to NO2, the right law തന്നിട്ടുണ്ട്. ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു O2 ആണ് ചോദിച്ചത്. വിത്ത് റെസ്പെക്ട് ടു O2 ചോദിച്ചാൽ O2വിന്റെ പവർ ഇവിടെ എത്ര തന്നിട്ടുള്ളത് നോക്കുക, 1 അല്ലേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് O2 ചോദിച്ചാൽ O2വിനെ വിത്ത് റെസ്പെക്ട് ടു O2 ഓർഡർ ഓഫ് റിയാക്ഷൻ 1 ആണ്. ടോട്ടൽ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം എടുത്താൽ നമുക്ക് 3 എന്ന ആൻസർ വന്നേനെ. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു O2 എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ആൻസർ ഈസ് 1. കഴിഞ്ഞല്ലോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു 8 വർഷങ്ങളായിട്ട് പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഇതൊന്ന് പെട്ടെന്ന് റീകോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് അടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് ആൻസർ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ചയിലാണല്ലോ എക്സാം, വ്യാഴാഴ്ചയാണല്ലോ എക്സാം. സമയമുണ്ട്. കൃത്യമായിട്ട് ലൈവുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്ക് യു.